പത്തിരി, പൊറോട്ട, ചപ്പാത്തി ഇതിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഗ്രീൻ പീസ് കുറുമ കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. മിക്സിന്റെ ജാറിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും മുഴുവനായിട്ടുള്ള കുരുമുളക് 1 ടീസ്പൂൺ ഇട്ടെടുത്തിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കുക. ചിക്കൻ ഉരുളങ്കിഴങ്ങും മഞ്ഞപ്പൊടി ഉപ്പിട്ടൊന്ന് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്ത് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാട്ടിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ടെടുക്കാം. 1 ടീസ്പൂൺ വെളുത്തുള്ളി, ഇഞ്ചി, 2 പച്ചമുളക് ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. സാധാ ഗ്രീൻ പീസ് ആണെന്നുണ്ടെങ്കിൽ ചിക്കൻ വേവിച്ചുമ്പോൾ അതിൻ്റെ കൂടെ വേവിച്ചെടുക്കുക. ഇനി ഇത് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതാ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. തേങ്ങ അരച്ചത് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ല പൊറോട്ട, ചപ്പാത്തി, പത്തിരി ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ചിക്കൻ ഗ്രീൻ പീസ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൂടെ തന്നെ ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.